നല്ലൊരു കെമിസ്ട്രി വർക്കൗട്ട് ആയിട്ടുണ്ട്. നല്ല ജനപ്രതിനിധികൾ എന്നുള്ള നിലയിലും ജനനായകരെന്നുള്ള നിലയിലും അതിനെ നമ്മൾ എന്തിനാണ് രാഷ്ട്രീയമായിട്ട് കാണുന്നത്? മേയർ പോയി പുതിയൊരു രാഷ്ട്രീയ സംസ്കാരത്തിന് തുടക്കമിടുകയാണ് സുരേഷ് ഗോപി എന്ന നിലയ്ക്കാണ് ഷാബു പ്രസാദ് അതിനെ കാണുന്നത്. സുരേഷ് ഗോപി എന്തായാലും വ്യത്യസ്തരാണെന്ന കാര്യത്തിൽ താങ്കൾക്കും തർക്കമുണ്ടായില്ലായിരിക്കും. അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ ചിലത് വിവാദമാകുന്നു, ചിലത് നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അദ്ദേഹം ചെയ്ത ചില പ്രവർത്തനങ്ങൾ ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ തന്നെ ഇന്ന് വാർത്താ സമ്മേളനത്തിലായാലും വലിയ വലിയ പദ്ധതികളാണ് തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളായ ഒരു മിഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ ആ രൂപത്തിലാണോ കാണേണ്ടത്, അതോ മേയറും ഈ സഹമന്ത്രിയും തമ്മിലുള്ള ചർച്ച അല്ലെങ്കിൽ പരസ്പരം പുകഴ്ത്തിയുള്ള സംസാരത്തിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ താങ്കൾ കാണുന്നുണ്ടോ? തീർച്ചയായും കാണുന്നുണ്ട് സ്മൃതി. ഇതൊരു ഒരു 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 പൊളിറ്റിക്കൽ ഡിസൈനിൻ്റെ ഭാഗമായിട്ടാണിതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ പൊളിറ്റിക്കൽ ഡിസൈനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പ് ഉണ്ട്. അത് കാണാതെ പോയിക്കൂടാ ഈ ചർച്ചയിൽ എന്നെനിക്ക് തോന്നുന്നു. ഈ 2020 ഡിസംബറിൽ തൃശ്ശൂർ നഗരസഭയിൽ വിജയിച്ച ആ സീറ്റ് എങ്ങനെയാണെന്നുള്ളതൊന്ന് തിരിഞ്ഞ് നോക്കേണ്ടതുണ്ട്. 55 സീറ്റാണല്ലോ ആകെ നഗരസഭയിലുള്ളത് തൃശ്ശൂർ. 6 BJP, ബാക്കി 49 LDFും UDFും. അതിൽ UDF 24, 25 LDF. LDF 25 ആകുന്നത് വർഗീസ് എന്ന സ്വതന്ത്രൻ കോൺഗ്രസ് വിമതൻ മത്സരിച്ച് ജയിച്ച് LDFിനൊപ്പം നിൽക്കുന്നതുകൊണ്ടാണ്. UDFിലേക്ക് പോയില്ല. അതിനുശേഷം ഇത്രയും വർഷമായി, അടുത്ത വർഷമാണല്ലോ ഇനി ഇലക്ഷൻ നടക്കേണ്ടത്. അപ്പോൾ മറ്റൊരു കാര്യമുണ്ട്, അത് കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് അനിൽ അക്കര. ശ്രീ കെ അബ്ദുൽ ഖാദറും അതറിയാതിരിക്കില്ല, നിശ്ചയമായും അറിയുകയും ചെയ്യും. അതായത് ഇതിൽ ഈ 25 LDF അംഗങ്ങളുള്ളതിൽ 3-4 പേര്, 4 പേരെന്നാണ് എൻ്റെ ധാരണ, സ്വതന്ത്രന്മാരാണ്. അവർ ഇദ്ദേഹത്തിൻ്റെ കൂടെ ചാടാൻ തയ്യാറുമാണ്. പക്ഷേ UDF അടുപ്പിക്കുന്നില്ല. എന്താണ് അടുപ്പിക്കാത്തത്? UDFന് വേണ്ട ഈ മേയറെ. ഇദ്ദേഹത്തെ അങ്ങോട്ട് ചെന്നാൽ, UDFിലേക്ക് ചെന്നാൽ ഇദ്ദേഹത്തെ തന്നെ മേയറാക്കണം. അതാണ് കണ്ടീഷൻ. അതുകൊണ്ട് ചാടുന്നില്ല. ഈ ഇത്ര വർഷമായിട്ട്, ഇത്ര കാലമായിട്ടും, ഈ 4 വർഷമായിട്ടും അദ്ദേഹം അഭംഗുരം തുടരുന്നത് ആ കാരണം കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ LDFിനോ UDFിനോ BJPക്ക് ഞങ്ങൾ സ്ട്രെങ്ത് ഇല്ല, 6 പേരല്ലേ ആകെപ്പാടുള്ളൂ. ചാടിച്ചാലും പ്രയോജനമില്ലല്ലോ. അതുകൊണ്ട് അവർക്ക് അടങ്ങി ഒതുക്കി കഴിഞ്ഞേ പറ്റൂ. അപ്പോൾ അവിടെയാണ് ഈ ഗ്രാൻഡ് ഡിസൈനിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. ആ ഡിസൈൻ അത് സുരേഷ് ഗോപി ഇന്ന് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ടല്ലോ, പലപ്പോഴായിട്ട് മാധ്യമങ്ങൾ പറയുന്നത്, സുരേഷ് ഗോപി പറഞ്ഞത് പലപ്പോഴായിട്ട് കൊടുക്കുന്നുണ്ട്. പാലക്കാട്ടെ പ്രശ്നം പറയുന്നുണ്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറയുന്നുണ്ട്, അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം ഉണ്ടാക്കുന്ന കാര്യം പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ സുരേഷ് ഗോപി അത് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞതുപോലെ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമൊന്നും അല്ല ശ്രീ ഷാബു പ്രസാദ്. അതൊക്കെ ഒരു ഡിസൈനിൻ്റെ ഭാഗം തന്നെയാണെന്നേ. ആ ഡിസൈനിന് ഒരു അതോറിറ്റി സുരേഷ് ഗോപിക്ക് കൊടുത്തിരിക്കുകയാണ് BJP നേതൃത്വം എന്ന് തന്നെ മനസ്സിലാക്കണം കേരളം. എന്നാലേ അത് ശരിയായ രീതിയിലേക്ക് ആ ചർച്ച നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നത്, പക്ഷേ അതാണ് വസ്തുത. ആ വസ്തുത നിന്നുകൊണ്ടല്ലേ സംസാരിക്കേണ്ടത്. അത് തൃശ്ശൂരെ അവസ്ഥ അതല്ലേ. തൃശ്ശൂർ നാളെ ഈ മേയർ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചിട്ട് പ്രയോജനമില്ല, ജയിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഗ്രൗണ്ട് ലെവൽ യാഥാർത്ഥ്യങ്ങൾ അറിയാൻ കഴിയുന്നത്. അപ്പോൾ പിന്നെ എന്താണ് വേണ്ടത്? പിന്നെ അടുത്തൊരു ബർത്താണ് വേണ്ടത്. ആ ബർത്തിന് ഇപ്പോൾ ഏറ്റവും സ്വീകാര്യനായിട്ടുള്ള ആളാരാണ്? അത് സുരേഷ് ഗോപി എന്ന കേന്ദ്ര സഹമന്ത്രിയാണ്. ഇതാർക്കാണ് മനസ്സിലാവാത്തത്? ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയം ആർക്കും മനസ്സിലാവുന്നില്ല എന്ന് വേണം വിചാരിക്കാൻ. ഇതൊക്കെ മനസ്സിലാവാത്തവരാണോ ഈ ചർച്ചയിലിരിക്കുന്ന ശ്രീ അനിൽ അക്കരയും ശ്രീ KV അബ്ദുൽ ഖാദറും ശ്രീ ഷാബു പ്രസാദും ഒക്കെ, ശ്രീ സ്മൃതിയുമൊക്കെ? ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. പക്ഷേ ആ മനസ്സിലാക്കുന്ന കാര്യം എനിക്ക് സ്ട്രൈറ്റായിട്ട് പറയുന്ന ഒരു മടിയില്ല. അത് LDFിൻ്റെ ബാധ്യതയായിട്ട് തന്നെ നിൽക്കുന്ന ഒരാളാണ് ഇപ്പോഴത്തെ മേയർ. UDFന് വേണ്ടാത്തതുകൊണ്ടാണ് അദ്ദേഹം ആ മേയർ സ്ഥാനത്ത് അവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിന് എന്തും ചെയ്യാം, എന്തും പറയാം. പിന്നെ ഈ ആർക്കും പിണക്കമില്ലാത്ത, അത് സ്മൃതി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആർക്കും പിണക്കമില്ലാത്ത, വിയോജിപ്പില്ലാത്ത ഒരു മേയർ എന്ന് പറഞ്ഞാൽ ഭരണപക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ ഒരു പിണക്കവും ഇല്ല.
മേയറുടെ പ്രവർത്തികളോട്. കാരണം ആ പിണക്കം വരാതിരിക്കത്തക്ക നിലയിൽ കാര്യങ്ങളെ എങ്ങനെ ട്യൂൺ ചെയ്ത് കൊണ്ടുപോകണം എന്ന് വിദഗ്ധമായി മനസ്സിലാക്കി ചെയ്യുന്ന ഒരാളാണ് മേയർ. അതാണ് പ്രാധാന്യം. അപ്പം അദ്ദേഹത്തിന് ഏത് നിലയിലേക്കും ചായാനും ചെരിയാനും നിലപാട് മാറ്റി മാറ്റി പറയുന്നതിനും ഒരു മടിയില്ല. അതൊരു നിലപാട് മാറ്റമായിട്ട് അദ്ദേഹം കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്തോ അതാണത് തൻ്റെ നിലപാട്. അത് മുന്നണി ബന്ധമൊന്നും അദ്ദേഹത്തിന് പ്രശ്നവുമല്ല. അതൊരു പ്രത്യേകതരം രാഷ്ട്രീയ ജീവിയാണ് ഇപ്പോഴത്തെ തൃശ്ശൂർ മേയർ എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ തന്നെ പറയും, അതൊരു പ്രത്യേകതരം രാഷ്ട്രീയ ജീവിയാണ്. അദ്ദേഹത്തിന് മുന്നണി ബന്ധങ്ങളോ മുന്നണി നിലപാടുകളോ ഒന്നുമല്ല. തൻ്റെ സ്വന്തം കള്ളിയിൽ വെള്ളം കയറാതിരിക്കുന്നത് എങ്ങനെ, അതിനെന്തൊക്കെ ചെയ്യണം, അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഞാൻ പറഞ്ഞ ഈ ഗ്രാൻഡ് ഡിസൈൻ എങ്ങനെയാണ് നടപ്പിലാക്കാൻ കഴിയുക എന്ന് ആലോചിക്കുമ്പോൾ തുറന്നു വരുന്ന ഏറ്റവും ഇപ്പോൾ സുതാര്യം എന്ന് തോന്നിപ്പിക്കാവുന്നൊരു മാർഗ്ഗമാണ്. പക്ഷേ ഒട്ടും സുതാര്യമല്ല കേട്ടോ. അത് പിന്നീടുള്ള കാലങ്ങളിൽ തെളിയാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ അദ്ദേഹം എല്ലാവരോടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാൻ സുതാര്യമായ വഴിയാണ്. എനിക്കൊന്നും മറച്ചു വെക്കാനില്ല, ഞാൻ ഓപ്പണാണ്. ശരിയാണ്, ഓപ്പണാണ്, സുതാര്യമാണെന്നും മറച്ചു വെക്കാനില്ല എന്നൊക്കെ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ നീക്കിക്കൊണ്ട് പോകുന്നത് അദ്ദേഹം. ഇപ്പോൾ അത് എത്തി നിൽക്കുന്നത് താങ്കൾ തന്നെ ചോദിച്ചതുപോലെ നാളെ ഒരു BJP സ്ഥാനാർത്ഥിയായിട്ട് മാറാൻ സാധ്യതയുണ്ടോ? മോസ്റ്റ് പ്രോബബിളി ഇല്ല എന്നാണ് തോന്നുന്നത്. കാര്യം പ്രയോജനമില്ല. BJPക്ക് അങ്ങനൊരു MLA അവിടുന്ന് വിജയിപ്പിച്ചെടുക്കുക സാധ്യമാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ BJP ആണ് കേന്ദ്രം ഭരിക്കുന്നതെന്നുള്ളതുകൊണ്ട്, സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയാണ് എന്നുള്ളതുകൊണ്ട് മറ്റെന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം. അത് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്, എന്തൊക്കെയാണ് കൊടുക്കാൻ കഴിയുന്നത് എന്നൊക്കെയുള്ളതിനെ ആശ്രയിച്ചാണ് അവരുടെ പരസ്പര ബന്ധത്തിൻ്റെ ആ പാരസ്പര്യം ഇപ്പോൾ ഇരിക്കുന്നത്. അതാണ് സുരേഷ് ഗോപി പറഞ്ഞത്. എനിക്ക് അദ്ദേഹത്തെ പ്രശംസിക്കാനേ തോന്നുന്നുള്ളൂ എന്ന് കേന്ദ്ര സഹമന്ത്രി പറയുമ്പോൾ ആ പ്രശംസയുടെ പിന്നിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Debate with Smriti Parithikad.